ഹലോ എവ്രിബഡി, വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് GD കോൺസ്റ്റബിളിൻ്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് എന്ന് പറയുന്നത് 31 ജാനുവരിയിൽ നടന്ന എക്സാമാണ്. 2023 ഷിഫ്റ്റ് 2ൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. GK ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 20 ചോദ്യങ്ങളാണുള്ളത്. നമുക്ക് 10 മിനിറ്റിനുള്ളിൽ നോക്കി തീർക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ് വരുന്നത്? അക്കോർഡിംഗ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ദ സുപ്രീം കോർട്ട് റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ്സ് ഓർ ഓർഡേഴ്സ്? സ്വന്തമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത് ഏത് ആർട്ടിക്കിളിലാണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സുപ്രീം കോർട്ട് ക്യാൻ റിവ്യൂ ഇറ്റ്സ് ഓൺ ജഡ്ജ്മെൻറ്റ് ഓർ ഓർഡേഴ്സ്. ഓപ്ഷൻസ് ആർട്ടിക്കിൾ 120, ആർട്ടിക്കിൾ 134, ആർട്ടിക്കിൾ 147, ആർട്ടിക്കിൾ 137. നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ആർട്ടിക്കിൾ 137 ആണ്. അടുത്തത് ശരത് പൂർണിമ is associated with the goddess dash in some parts of India. So ശരത് പൂർണിമ ഏത് ദൈവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നാണ് ചോദ്യം. ലക്ഷ്മി, പാർവതി, സീത, ഗൗരി. ശരത് പൂർണിമ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ഗോഡസ് ലക്ഷ്മിയാണ്. ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ മന്ത് ഓഫ് അശ്വിന. അശ്വിന എന്ന് പറയുന്ന ഹിന്ദു മാസത്തിൻ്റെ ആ സമയത്താണ് ഈ ആഘോഷം നടക്കുന്നത്. അശ്വിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ, ഒക്ടോബർ ആ ടൈമാണ്. നെക്സ്റ്റ് വൺ, ദ ടേം സ്റ്റംപിംഗ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ്? സോ സ്റ്റംപിംഗ് നമുക്കറിയാവുന്ന ഒരു കോമൺ ടേം ആണ്. ഓപ്ഷൻസ് ബാസ്കറ്റ്ബോൾ, ടെന്നീസ്, ക്രിക്കറ്റ്, ബേസ്ബോൾ. സോ സ്റ്റംപിംഗ് ഈസ് റിലേറ്റഡ് ടു ക്രിക്കറ്റ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ നെയിം ഓഫ് അരുണാചൽ പ്രദേശ് ഫസ്റ്റ് ഗ്രീൻഫീൽഡ് എയർപോർട്ട്? അരുണാചൽ പ്രദേശിൻ്റെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് ഏതാണെന്ന ചോദ്യം. ഓപ്ഷൻസ് നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, അരുണാചൽ പ്രദേശിലുള്ള ഒരു എയർപോർട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഓപ്ഷൻസ് കല്യാണി എയർപോർട്ട്, സിന്ധുദുർഗ്, രാജ്കോട്ട് ആൻഡ് ഡോന്യു പോളോ എയർപോർട്ട്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? അരുണാചൽ പ്രദേശിൻ്റെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന് പറയുന്നത് ഡോന്യു പോളോ എയർപോർട്ടാണ്. അതേസമയം കല്യാണി എയർപോർട്ട് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കുക. കല്യാണി എയർപോർട്ട് എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. സിന്ധുദുർഗ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ. ആൻഡ് രാജ്കോട്ട് എന്ന് പറയുന്നത് ഗുജറാത്തിലെ പ്ലേസാണ്. രാജ്കോട്ട് എയർപോർട്ട് ഈസ് ഓൾസോ ഇൻ ഗുജറാത്ത്. നെക്സ്റ്റ് വൺ, ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ഇലക്റ്റഡ് ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭ ഫ്രം ഹിമാചൽ പ്രദേശ്, ഇന്ത്യ ഇൻ മാർച്ച് 2022? സോ ഹിമാചൽ പ്രദേശിൽ നിന്ന് ആരാണ് രാജ്യസഭാ മെമ്പർ ആയതെന്നാണ് ചോദ്യം. KG കെന്യ, ജിതേന്ദ്ര സിംഗ്, സിക്കന്ദർ കുമാർ, ഉമ്മൻചാണ്ടി. അപ്പം ഇതിലെ ആൻസർ എന്ന് പറയുന്നത് സിക്കന്ദർ കുമാറാണ് ഹിമാചൽ പ്രദേശിൽ നിന്ന് വന്നിരിക്കുന്ന MP എന്ന് പറയുന്നത്. KG കെന്യ എന്ന് പറയുന്നത് നാഗാലാൻഡിൽ നിന്നുള്ള MLA ആണ് പ്രസൻറ്റ്. ആൻഡ് ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ പ്രസൻറ്റ് മിനിസ്റ്ററാണ്. പ്രസൻറ്റ് മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ജിതേന്ദ്ര കുമാർ എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 നമുക്ക് നോക്കിയാൽ, ബിഫോർ ബീങ് ഇലക്റ്റഡ് ആസ് എ 15th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ദ്രൗപദി മുർമു വാസ് ദി ഗവർണർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് എന്നാണ് ചോദ്യം. സോ പ്രസിഡന്റ് ആവുന്നതിന് മുമ്പേ അവർ ഏത് സ്റ്റേറ്റിന് ഗവർണർ ആയിരുന്നു എന്നാണ് ചോദ്യം വരുന്നത്. ജാർഖണ്ഡ്, ബീഹാർ, ഒറീസ, വെസ്റ്റ് ബംഗാൾ. ഓർക്കുക, ജാർഖണ്ഡിലെ ഗവർണറായിരുന്നു 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു ദ്രൗപദി മുർമു. നെക്സ്റ്റ് വൺ, ഡാഷ് ആൻഡ് ഡാഷ് ഫോംഡ് ദി സ്വരാജ് പാർട്ടി വിത്തിൻ ദി കോൺഗ്രസ് ടു ആർഗ്യൂ ഫോർ എ റിട്ടേൺ ടു കൗൺസിൽ പോളിറ്റിക്സ്. ആരും ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടി ഓർഗനൈസ് ചെയ്തതെന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻസ് ലോക്മാന്യ തിലക് ആൻഡ് മോത്തിലാൽ നെഹ്റു, ചിത്തരഞ്ജൻ ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. ലോക്മാന്യ തിലക് ആൻഡ് ജവഹർലാൽ നെഹ്റു, ചിത്തരഞ്ജൻ ദാസ് ആൻഡ് ജവഹർലാൽ നെഹ്റു. സോ ജവഹർലാൽ നെഹ്റു വരുന്ന ഓപ്ഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. സ്വരാജ് പാർട്ടി അത്രയും പഴയ ഒരു പാർട്ടിയാണ്. അപ്പം ശ്രദ്ധിക്കുക, ചിത്തരഞ്ജൻ ദാസ്, CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ സ്വരാജ് പാർട്ടി ഫോം ചെയ്തത് CR ദാസ് ആൻഡ് മോത്തിലാൽ നെഹ്റു. അടുത്തത്, ബാങ്ക് റേറ്റ് ഇസ് എ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ബോറോസ് ലോൺ ഫ്രം ഗവൺമെൻറ്, സെൻട്രൽ ബാങ്ക് ലെൻസ് ലോൺ ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്സ് ലെൻഡ് ലോൺ ടു ഗവൺമെൻറ്, സെൻട്രൽ ബാങ്ക്സ് ലെൻഡ് ലോൺ ടു സെൻട്രൽ ബാങ്ക്. അപ്പം കമേഴ്ഷ്യൽ ബാങ്ക്സ് ലെൻഡ് ലോൺ ടു സെൻട്രൽ ബാങ്ക്. അപ്പം ആൻസർ ശ്രദ്ധിക്കുക. ഈ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക്, ദ റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് ലെൻസ് ലോൺ ടു കമേഴ്ഷ്യൽ ബാങ്ക്സ്, കമേഴ്ഷ്യൽ ബാങ്ക്സിന് ലോൺ കൊടുക്കുന്നതിൻ്റെ ആ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, വാട്ട് ഡസ് പാർട്ട് 4A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത്? മോറൽ ഡ്യൂട്ടി ഓഫ് പോലീസ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമുക്കറിയാം ആൻസർ എന്താണ്? പാർട്ട് 4A എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു, ഇത് പഠിച്ചു വെക്കുക. അടുത്തത്, വിച്ച് റോക്സ് ആർ ഫോംഡ് ഫ്രം ദി സോളിഡിഫിക്കേഷൻ ഓർ ദ കൂളിംഗ് ഓഫ് മാഗ്മ? സോളിഡിഫിക്കേഷൻ ആൻഡ് കൂളിംഗ് ഓഫ് മാഗ്മ, അതായത് വോൾക്കാനോ എന്ന് വന്നിരിക്കുന്ന ലാവ മാഗ്മ, അത് സോളിഡിഫൈ ചെയ്തിട്ട് കൂൾ ചെയ്യുമ്പം ഏത് റോക്കാണ് ഫോം ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കെമിക്കൽ, സെഡിമെൻ്ററി റോക്സ്, ഇഗ്നിയസ് റോക്സ്, മെറ്റമോർഫിക് റോക്സ്, സെഡിമെൻ്ററി റോക്സ്. ആൻസർ വരുന്നത് എന്താണ്? സോളിഡിഫിക്കേഷൻ ഓഫ് മാഗ്മ എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്സ് ആണ്. ഇഗ്നിയസ് റോക്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ബെസ്റ്റ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ്, അതേപോലെ തന്നെ ബസാൾട്ട്. അടുത്തത്, ഹൗ മെനി റൂളേഴ്സ് ഓഫ് ദക്ഷിണപാത വെയർ ഡിഫീറ്റഡ് ബൈ സമുദ്രഗുപ്ത? സോ ഹൗ മെനി റൂളേഴ്സ് ഓഫ് ദക്ഷിണപാത എന്ന് പറയുന്നത് സതവാഹനാസിനെയാണ് ദക്ഷിണപാത എന്ന് പറയുന്നത്. സതവാഹനാസ്.
സോ സതവാഹന ഡൈനാസ്റ്റിയാണ് ദക്ഷിണപാത. വെർ ഡിഫീറ്റഡ് ബൈ സമുദ്രഗുപ്ത. സമുദ്രഗുപ്ത എത്ര സതവാഹന റൂളേഴ്സിനെ ഡിഫീറ്റ് ചെയ്തു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 12, 10, 8, 3. ആൻസർ വരുന്നത് 12 റൂളേഴ്സിനെയാണ് അങ്ങനെ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നത്. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? വിച്ച് term did Robert Hooke coin when he observed slices of cork under a simple magnifying device? So റോബർട്ട് ഹൂക്ക് കണ്ടുപിടിച്ച വേർഡ്, ആ ഒരു ടേം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ബ്രിക്ക്, ജയിൽ, സ്റ്റോൾ, സെൽ. ഇനി അഥവാ ഉത്തരം അറിയില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. എന്താ വരുന്നത്? സെല്ലാണ്. സോ സെൽ സ്ട്രക്ചർ, സെല്ലാണ് റോബർട്ട് ഹൂക്ക് കണ്ടുപിടിച്ച ടേം എന്ന് പറയുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോക്ക് ഡാൻസ് ഫോംസ് ഈസ് നോട്ട് പ്രിഡോമിനറ്റ്ലി പെർഫോംഡ് ഇൻ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലല്ലാത്ത ഒരു ഡാൻസ് ഫോം, ഫോക്ക് ഡാൻസ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നോക്കിയാൽ തമാശ, കോലി, ലാവണി, റൌഫ്. അപ്പം നമ്മുടെ ഉത്തരം എന്താ വരുന്നത്? റൌഫാണ്. കാരണം റൌഫ് എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഈ ഒരു ഫോക്ക് ഡാൻസ് വരുന്നത്. തമാശ, കോലി, ലാവണി ശ്രദ്ധിക്കുക, മഹാരാഷ്ട്രയിൽ തന്നെയുള്ള ഡാൻസ് ഫോംസ് ആണ്. അടുത്തത് ഇൻ ബാഡ്മിൻ്റൺ സിംഗിൾസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഗെയിം 0-0 വെൻ ദ സെർവേഴ്സ് സ്കോർ ഈസ് ഈവൻ. സെർവറിൻ്റെ സ്കോർ ഈവൻ ആണെങ്കിൽ സെർവർ സെർവ്സ് ഫ്രം വിച്ച് സൈഡ് ഓഫ് ദ കോർട്ട്. അങ്ങനെയാണെങ്കിൽ ഏത് സൈഡിൽ നിന്നാണ് സെർവർ സെർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സെർവറിൻ്റെ സ്കോർ ഈവൻ ആണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ റൈറ്റ് സർവീസ് കോർട്ടാണ് എടുക്കുന്നത്. സോ സെർവർ സ്കോർ ഈവൻ ആണെങ്കിൽ റൈറ്റ് സൈഡും, ഓഡ് ആണെങ്കിൽ ലെഫ്റ്റ് സർവീസ് കോർട്ടുമാണ് എടുക്കുന്നത്. ലെഫ്റ്റ് സർവീസ് കോർട്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്, റൈറ്റ് സർവീസ് കോർട്ട്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു 2011 സെൻസസ് ഓഫ് ഇന്ത്യ, ദ സ്റ്റേറ്റ് ഓഫ് ബീഹാർ വാസ് ദ ഡാഷ് മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. 2011 സെൻസസ് ആണ് നമുക്ക് ലാസ്റ്റ് വന്ന സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് UP, രണ്ടാമത്തത് മഹാരാഷ്ട്ര ആൻഡ് മൂന്നാമത്തതാണ് ബീഹാർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? തേർഡ് ആണ് വരേണ്ടത്. സോ തേർഡ് ഈസ് അവർ ആൻസർ. Now next one, which is one of the byproduct formed when sodium sulfate reacts with barium chloride? സോ സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും ആണെങ്കിൽ എന്താണ് ഫോം ചെയ്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സോഡിയം ഓക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, ബേരിയം ഓക്സൈഡ് ആൻഡ് ബേരിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും സോഡിയം ആൻഡ് ക്ലോറൈഡ് ആണ് ഫോം ചെയ്യുന്നത്. സോ സോഡിയം ക്ലോറൈഡ് ആണ് ആൻസർ വരുന്നത്. അടുത്തത്, മേക്ക് ഇൻ ഇന്ത്യ സ്കീം വാസ് ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ഇയർ. ഏത് വർഷമാണ് മേക്ക് ഇൻ ഇന്ത്യ? 2014, 16, 19, 18. മേക്ക് ഇൻ ഇന്ത്യ ശ്രദ്ധിക്കുക, മേക്ക് ഇൻ ഇന്ത്യ എപ്പോഴാണ്? 2014 മേക്ക് ഇൻ ഇന്ത്യ ലോഞ്ച് ചെയ്തത്. അടുത്ത ചോദ്യം, ഓൾദോ ദർ വാസ് എ കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രീസ് ലെഫ്റ്റ് ടു ദ പ്രൈവറ്റ് സെക്ടർ, ദ സെക്ടർ വാസ് കെപ്റ്റ് അണ്ടർ സ്റ്റേറ്റ് കൺട്രോൾ ത്രൂ എ സിസ്റ്റം ഓഫ് ലൈസൻസസ്. നോ ന്യൂ ഇൻഡസ്ട്രി വാസ് അലൗഡ് അൺലെസ് എ ലൈസൻസ് വാസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഗവൺമെൻറ്. സോ ഇതെന്ന് പറയുന്നത്, ഈ ദ അബവ് ലൈൻസ് ആർ അബൌട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ്. എന്തിനെ സംബന്ധിച്ചാണ് ഈ ഒരു ലൈൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ലൈസൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഇൻഡസ്ട്രീസ് തുടങ്ങണമെങ്കിൽ ലൈസൻസ് വേണം, നിർബന്ധമായിട്ടും ഒരു ലൈസൻസ് വേണം, ഒരു ലൈസൻസ് രാജ്, അങ്ങനെ ഒരു സിസ്റ്റം തുടങ്ങിയത് ഏത് IPRലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. IPR എന്നുള്ളത് ശ്രദ്ധിക്കുക, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. IPR എന്ന് പറയുന്നത് ഇൻഡസ്ട്രി പോളിസി റെസൊല്യൂഷൻ ആണ്. സോ അത് ഓരോ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ലൈസൻസ് തുടങ്ങിയത് ഏത് IPRലാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. 1956 ആണോ, 1952 ആണോ, 51 ആണോ, 58 ആണോ? ആൻസർ നോക്കുക, 1956 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. IPR 1956. അടുത്തത്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ ഡാഷ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. സോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റിന് എന്താണ് സംഭവിക്കുന്നത്? അഡീഷൻ കൂടുമോ, ഇറാഡിക്കേഷൻ കുറയുമോ, അല്ലെങ്കിൽ ഇല്ലാതാവുമോ? എൻകറേജ്മെൻറ്റ് അതായത് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുമോ, ആക്സിലറേഷനും കൂടുമോ? ഇതിൽ ആകെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാതാകും. അതാണല്ലോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് വൺ, ഹൂ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ദ മെഡൽ ആൻഡ് ഡിപ്ലോമ ഓഫ് ദി ഫ്രഞ്ച് അസോസിയേഷൻ ആർക്കൈവ്സ് ഇന്റർനാഷണലി ഡി ലാ ഡാൻസ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് ഇന്ത്യൻ, ആദ്യമായിട്ടൊരു ഇന്ത്യന് ഈ ഒരു മെഡൽ കിട്ടി. അതുമാത്രമല്ല, ഒരു ഡിപ്ലോമ ഓഫ് ഫ്രഞ്ച് അസോസിയേഷൻ ആർക്കൈവ്സ് ഇന്റർനാഷണൽ ഡി ലാ ഡാൻസ് എന്നാണ് പറയുന്നത്. സോ ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ആരാണ്? മൃണാളിനി സാരാഭായി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇവർ ഭരതനാട്യം, അതേപോലെ തന്നെ കഥകളി, ഭരതനാട്യം, കഥകളി, അതേപോലെ തന്നെ മോഹിനിയാട്ടത്തിലൊക്കെ ഭയങ്കര നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മൃണാളിനി സാരാഭായി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് അവർ ആൻസർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ്. നമ്മൾ വീണ്ടും 20 ചോദ്യങ്ങളായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക്
എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്